പി അനിത ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസറായി തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് തത്സമയം കാണാം. ഒരു നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് പി അനിത ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തി അതിജീവിതയെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് സ്ഥലമാറ്റം ഉണ്ടായ ആളാണ് പി അനിത. ഇതിൻ്റെ പേരിൽ വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിയിലൂടെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. വീണ്ടും ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയാണ്. പുനഃപരിശോധനാ ഹർജി നാളെ പരിഗണിക്കും. 18 പേർ ഇതേ തസ്തികയിലേക്ക് അർഹരായവരുണ്ട് എന്ന വാദമാണ് സർക്കാരിനുള്ളത്. ഏതായാലും പി അനിതയ്ക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട്ട് നഴ്സിംഗ് ഓഫീസറായി പി അനിത തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം പി അനിത മാധ്യമങ്ങളോട് വീണ്ടും സംസാരിക്കും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു പോരാട്ട വിജയം എന്ന നിലയിലാണ് പി അനിത അതേ തസ്തികയിലേക്ക് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരുന്നത്. അതിജീവിതയെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് സ്ഥലമാറ്റം ഉണ്ടായി എന്ന ആക്ഷേപമായിരുന്നു പി അനിതയ്ക്കുണ്ടായത്. നീതി നിഷേധിക്കപ്പെട്ടു എന്ന ആക്ഷേപം ഉയർത്തിയിരുന്നു. ഇത് ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാരിന്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാർ കോടതിയിൽ നീതിപൂർവമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും? സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ശത്രുതാപരമായ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ എന്തായിരിക്കും നിങ്ങളോട് അതിനോടുള്ള പ്രതികരണം? കോടതിയിൽ ഇനി എന്ത് ഇതെടുക്കാനാണ്? ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതി ലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്നാലും എനിക്ക് ഹൈക്കോടതിയിലല്ലേ അത് പോയിരിക്കുന്നത്. നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പൗരനാണല്ലോ. അപ്പൊ അതിൽ നിന്നും എനിക്ക് നീതി തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കോടതി ലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? കോടതി ലക്ഷ്യ ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ. അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ. ഇല്ല, അത് മുന്നോട്ട് പോകും. കാരണം 6 ദിവസം ഞാനിവിടെ വെയിലത്തിരുന്ന് നിങ്ങളെല്ലാരും കണ്ടതല്ലേ. ഈ പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ പറയുന്നത് 18 പേർക്ക് ഈ പി അനിതയേക്കാൾ അർഹതയുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഞാൻ എന്ത് പറയാനാ? ആ 18 പേര് എന്റെ ജൂനിയേഴ്സ് ആണ്. അപ്പം സീനിയറായ എന്നെ നിർത്തിയിട്ട് ഹൈക്കോടതിയുടെ വിധിയും മാനിക്കാതെ ആ 18 പേരെയും ഈ ഒരു വേക്കൻസിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമരത്തിൽ ഇവിടെ ഭരണാനുകൂല സംഘടനകൾ പ്രതിഷേധമാണ് നടത്തിയിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അത് ആശങ്കയുണ്ടോ? അതിനൊരു ആശങ്കയുണ്ട്. സർക്കാരിനോട് അവസാനമായിട്ട് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് വിശദീകരണ യോഗം ഒരു പ്രകടനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ജോലിക്ക് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ. ഇനി ഒരു 6 വർഷം സർവീസ് ഉണ്ട്. അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാരിനോട് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണ്? സർക്കാർ നീതിയുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷണവും ഒരു സർക്കാരിന്റെയും അവിടുത്തെ ഓരോ ജീവനക്കാരുടെയും താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ്. അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട്. അപ്പൊ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം. ഒരാൾക്ക് വേണ്ടിയും ഈ ഇത് മാറ്റാൻ പാടില്ല. അപ്പൊ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാ ജീവനക്കാർക്കും ബാധ്യത ഉള്ളപ്പം ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതെങ്കിലും ജീവനക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? സർക്കാർ അതല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? ഇല്ല, ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സർക്കാർ അപ്പം ആ രീതിയിലാണ് താങ്കളെയും ഈ ഇതിൽ പെടുത്തിയിരിക്കുന്നതെന്നാണ് മന്ത്രിയുടെ ഒക്കെ അടക്കം വിശദീകരണം. കാരണം ഒരു സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കോടതിയിൽ തെളിയിക്കട്ടെ. എന്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ട് കോടതിയിൽ തീരുമാനിക്കട്ടെ. ഈ 6 ദിവസം മാത്രമല്ല, ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ട് മാസങ്ങളായി. അതെ, 2.5 മാസത്തോളം ഞാൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവിലായിരുന്നു. അപ്പൊ ദീർഘനാളത്തെ പോരാട്ടമാണ്. അതിനുശേഷം ജോലിയിൽ കയറുമ്പോൾ സന്തോഷമുണ്ട്. 1 വർഷമായിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ തന്നെയാണ്. 1 വർഷമായി. കഴിഞ്ഞ മാർച്ച് 18, 2023 തുടങ്ങിയ
പോരാട്ടമാണ്. നേരത്തെ ഇവിടെ NGO യൂണിയൻ നേതാവ് ഒരു കേസ് കൊടുത്തിരുന്നല്ലോ, അതിലൊരു നടപടി വേണമെന്നുകൂടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ? നേരത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് എന്നെ ഈ പ്രിൻസിപ്പൽ കവാടത്തിൽ മുന്നിൽ യൂണിഫോമിൽ നിന്ന് എന്നെ ഒരു എന്താണ് പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് കയറി എന്നെ ആക്രമിച്ചതാണ്. അതിന്റെ ഇതിൽ സർക്കാരിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. സൈബർ ഇതിലും എന്നെ അയാൾ ആക്രമിച്ചിരുന്നു. ഞാൻ അത് സൈബർ സെല്ലിന് വിട്ട് പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും. ഇവിടെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഒഴിവില്ല മനസ്സിലാക്കുന്നത്, IMCH-ലാണ് വേക്കൻസി ഉള്ളത്. അവിടേക്ക് പോകാൻ ഫില്ലിംഗ് ആണോ? എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്യും. താങ്ക് യു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസറായി തസ്തികയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന PB അനിത മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപവും ആരോപണവും. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക PB അനിതയ്ക്കുണ്ട്. മാത്രമല്ല, ഇതിലൊരു പുനഃപരിശോധന ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നും PB അനിത പറയുന്നു. താൻ ഏറ്റവും സീനിയറായി നിൽക്കുമ്പോൾ തന്നെക്കാൾ ജൂനിയറായിട്ടുള്ള 18 പേരുടെ അവകാശം എന്ന പേരിൽ ഇതിൽ പുനഃപരിശോധന ഹർജി നൽകുന്നത് എങ്ങനെ കോടതി അംഗീകരിക്കുമെന്ന കാര്യമാണ് PB അനിത ചോദിക്കുന്നത്. ഏതായാലും നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുള്ള പൗരൻ എന്ന നിലയിൽ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനമുണ്ടാകും എന്ന ആത്മവിശ്വാസം കൂടി PB അനിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, വളരെ സന്തോഷത്തോടു കൂടിയാണ് PB അനിത ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത്. എന്തൊക്കെയാണ് അവർക്കുള്ളിലെ ആശങ്കകൾ? ഗോപി, നിലവിൽ PB അനിത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് മുന്നിലേക്ക് പോകുന്നുണ്ട്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ, മറ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാവുകയും ചെയ്യും. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ PB അനിത വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ നിലവിൽ സ്വീകരിച്ച നടപടിയോട്, തീരുമാനത്തോട് താൻ തൃപ്തി രേഖപ്പെടുത്തുകയാണ്. തനിക്ക് അതിൽ ആശങ്കയില്ല. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും പുനഃപരിശോധനാ ഹർജി അടക്കം നിലനിൽക്കുന്നുണ്ട്. അതിലും തനിക്ക് അനുകൂലമായ ഒരു ാകുമെന്നുള്ള ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസമാണ് PB അനിത നിലവിൽ പ്രകടിപ്പിക്കുന്നത്. കൂടാതെ സർക്കാർ ആർക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ സർക്കാർ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൽ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വൈകിയത്, അതുമായി പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ സർക്കാർ അനുകൂല സംഘടനകളുടെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. അതുമായി ചില ആശങ്കകൾ തനിക്കുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഈ സർക്കാർ അനുകൂല സംഘടനകളുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ ഒരു ഘട്ടത്തിൽ PB അനിത പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും PB അനിതയുടെ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മുൻവശത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അനിത പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അഭിജിത്ത്, ഇതിനകത്ത് ഇപ്പോൾ സർക്കാർ ഒരു പുനഃപരിശോധന ഹർജി നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ആ പുനഃപരിശോധന ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. PB അനിതയെ പോലെ തന്നെ 18 പേർ ഇതേ തസ്തികയിൽ ജോലി ചെയ്യാൻ അർഹരാണ് എന്നതാണല്ലോ കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ PB അനിതയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ PB അനിതയുടെ ഒരു മറുപടി, ഒരു പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അനിത പറയുന്നത് ഈ 18 പേരും തന്നേക്കാൾ ജൂനിയറാണ്. സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പുനഃപരിശോധനാ ഹർജിയിൽ പറഞ്ഞ വാദങ്ങൾ തെറ്റാണ്. അതായത് ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന 18 പേരും തന്നേക്കാൾ ജൂനിയറാണ്. അതിനാൽ തന്നെ തനിക്ക് പരിഗണന ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ 18 പേർക്കുള്ള പരിഗണനയിലേക്ക് സർക്കാർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ നിലവിൽ PB അനിത വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു. 18 പേർ നിലവിൽ അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. PB അനിത അല്പം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. നമുക്കറിയാം, അതിജീവിതയെ സഹായിച്ചു എന്നതിൻ്റെ പേരിലാണ് PB അനിതയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം മാറ്റം ഉണ്ടായത്. തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി നീണ്ട പോരാട്ടം നടത്തി ഒടുവിൽ വിജയിയായി അവർ തിരികെ വന്നിരിക്കുകയാണ്. PB അനിതയെ തിരികെ ജോലിയിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതേ തസ്തികയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും സർക്കാരിൻ്റെ പുനഃപരിശോധന ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. PB അനിതയെ പോലെ തന്നെ മറ്റു 18 പേർ കൂടി ഈ തസ്തികയിൽ ജോലി ചെയ്യാൻ
യോഗ്യരാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പുനഃപരിശോധനാ ഹർജി. അതിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് നാളെ അറിയാം. അഭിജിത്ത് മുഴക്കുന്ന് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അഭിജിത്ത് പറഞ്ഞത് ഇതിൽ PB അനിത പറഞ്ഞത് തന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ളവരാണ് മറ്റു 18 പേർ. അവർ തന്നെ പോലെ ഒരു സീനിയറെ പുറത്തു നിർത്തി അവർക്ക് എങ്ങനെയാണ് അത് നൽകുക എന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അഭിജിത്ത് അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി വിശദീകരിക്കും. അഭിജിത്ത്. ഗോപി, അത് തന്നെയാണ് നിലവിൽ PB അനിത സീനിയർ നഴ്സിംഗ് ഓഫീസറായിരുന്ന നിലവിൽ നിയമന ഉത്തരവുമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് മുൻവശം എത്തിയ PB അനിത ചോദിക്കുന്നത്. സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം PB അനിതയേക്കാൾ യോഗ്യതയുള്ളവർ, ഈ ജോലിയിലേക്ക് യോഗ്യതയുള്ളവർ നിരവധിയുണ്ട്, 18 പേരോളം ഉണ്ട്. അവർക്ക് മുകളിൽ പരിഗണന നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയ ഹർജിയിലുള്ളത്. അതിനാൽ തന്നെ അത്തരം ഒരു ഹർജി അല്ലെങ്കിൽ സർക്കാരിന്റെ അത്തരത്തിലുള്ള ഒരു വാദഗതി നിലനിൽക്കില്ല എന്നുള്ളൊരു പ്രതികരണമാണ് PB അനിത നൽകുന്നത്. ഇവർ തന്നെക്കാൾ ജൂനിയർ ആണ്, അതിനാൽ തന്നെ തനിക്ക് നിയമനം നൽകിയതിനു ശേഷം മാത്രമാണ് അവർക്ക് നിയമനം നേടാനുള്ള ഒരു യോഗ്യത എന്നുള്ള കാര്യവും PB അനിത വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. അടുത്ത ദിവസം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഹർജി സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ PB അനിത നൽകിയ കോടതിയലക്ഷ്യ ഹർജി കൂടി സർക്കാരിന്റെ മുൻവശമുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി നാളെ പരിഗണിക്കുകയും ചെയ്യും. ഈ കോടതിയലക്ഷ്യ ഹർജി പിൻവലിക്കുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തൽക്കാലം താൻ അത് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് കോടതിയലക്ഷ്യ ഹർജിയുമായി താൻ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതികരണമാണ് PB അനിത നൽകുന്നത്. കാരണം ഈ ഒരു ഉത്തരവുണ്ടായിട്ട് ഹൈക്കോടതി തന്റെ നിയമനം ശരിവെച്ചുകൊണ്ടുള്ള തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാൻ ഒരു കാലതാമസം ഉണ്ടായത്? ഏതാണ്ട് 6 ദിവസത്തോളം ഈ ഒരു മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹൈക്കോടതിയുടെ വിധിയുമായി കുത്തിയിരുന്ന സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? ആ ചോദ്യമാണ് PB അനിത നിലവിൽ ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കോടതിയലക്ഷ്യ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് PB അനിതയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നാളെയാണ് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയും കോടതിയുടെ മുൻവശമുണ്ട്. അത് നാളെ പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഉടൻ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഹർജി പരിഗണിക്കുന്ന ഒരു പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയും കോടതിയുടെ മുൻവശമുണ്ട്. അത് നാളെ പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഉടൻ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഹർജി പരിഗണിക്കുന്ന ഒരു നിലയുണ്ടാകും. ഏതായാലും ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് PB അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഈ ഹൈക്കോടതി വിധിയുടെ കൂടി ഹൈക്കോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും PB അനിത നഴ്സിംഗ് ഓഫീസറായി തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിരിക്കുന്നു. തിരികെ ആ തസ്തികയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വലിയ പോരാട്ടത്തിനൊടുവിലാണ് PB അനിത വീണ്ടും ഇതേ തസ്തികയിലേക്ക് വരുന്നത്. നമുക്കറിയാം, അതിജീവിതയെ സഹായിച്ചു എന്നതിന്റെ പേരിൽ നടപടി നേരിടേണ്ടി വന്നത് PB അനിതയ്ക്കാണ്. അതിനെ തുടർന്ന് അവർ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുകയും പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആരോഗ്യ മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനുമെതിരെ വിമർശനങ്ങളുണ്ടായ സാഹചര്യം കൂടിയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സർക്കാർ അവർക്ക് വീണ്ടും ഒരു പോസ്റ്റിംഗ് അവിടെ തന്നെ നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു നിയമ നീക്കം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 18 പേർ ഇതേപോലെ അനിതയെപ്പോലെ അർഹരായവരുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ പുനഃപരിശോധന ഹർജി. ആ പുനഃപരിശോധന ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് നമ്മളോടൊപ്പം ഉള്ളത്, ഞങ്ങളുടെ പ്രതിനിധി. അഭിജിത്ത്, ഇതിനകത്ത് മറ്റൊരു കാര്യം, ഈ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു അനിത. അത് പിൻവലിക്കില്ല എന്ന് PB അനിത പറയുന്നുണ്ട്. അപ്പോൾ തിരികെ നിയമനം കിട്ടിയിട്ടും ഈ കോടതി അലക്ഷ്യ ഹർജി പിൻവലിക്കില്ല എന്ന് പറയുന്നത് അത് ഇനി പിൻവലിക്കാൻ സാധ്യമല്ല എന്ന സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണോ? എന്താണ് അക്കാര്യത്തിൽ അനിത നൽകുന്ന വിശദീകരണം? ഗോപി, ഇക്കാര്യം അനിതയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമന ഉത്തരവ് വൈകുന്നതിനെതിരെയായിരുന്നു അനിതയുടെ പോരാട്ടം. ആ ഉത്തരവ് കൈവശം ലഭിച്ചതിന് ശേഷവും എന്തുകൊണ്ടാണ് കോടതി അലക്ഷ്യ ഹർജിയിൽ നിന്ന് പിന്മാറാത്തത് എന്നുള്ള ചോദ്യം PB അനിതയോട് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അനിത വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതി ഉത്തരവ് April 1 മുതൽ നടപ്പിലാക്കണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നത്. ആ April 1 തന്നെ ഈ ഒരു ഉത്തരവിന്റെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയുമായി ജോലിയിൽ
തിരികെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജിലേക്ക് അനിത എത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു ഘട്ടത്തിൽ ജോലി നൽകാത്ത അല്ലെങ്കിൽ തിരികെ പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് 6 ദിവസത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ PB അനിതയ്ക്ക് സാധിച്ചത്. അതിനാൽ തന്നെ ഇത്രയും ദിവസം എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്നുള്ള ന്യായമായ ചോദ്യമാണ് PB അനിത ഉന്നയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ നിന്ന് പിന്മാറേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ അനിതയുടെ തീരുമാനം. അതിനാൽ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരിക, ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ അടക്കം എന്ത് തരത്തിലുള്ള തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു വളരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം, കാരണം ഹൈക്കോടതിയുടെ വിധി കൈവശം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് അനിതയ്ക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം രാഷ്ട്രീയമായ രീതിയിൽ കൂടി സർക്കാരിന് മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ഒരു ഉത്തരവായി ഈ ഒരു PB അനിതയുടെ നിയമനം പുറത്തിറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഈ ഒരു അനിത ഈ സുരക്ഷാ വീഴ്ചയടക്കം അനിതയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനാൽ തന്നെ അനിതയെ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയത്. പക്ഷേ പിന്നീട് വലിയ രീതിയിൽ ഇതൊരു രാഷ്ട്രീയമായ സാഹചര്യങ്ങളിലേക്ക്, രാഷ്ട്രീയമായ പ്രശ്നങ്ങളിലേക്ക് ഇത് മാറുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവ് അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തി അനിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല രാഷ്ട്രീയ BJP, കോൺഗ്രസ് അങ്ങനെ പല രാഷ്ട്രീയ നേതാക്കളും ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. സാംസ്കാരിക നേതാക്കൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഒരു പൊതുവികാരം അവിടെ രൂപപ്പെട്ടു വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഏറെ വൈകി ഒരു ഉത്തരവായി ഈ അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ PB അനിത ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ശരി, PB അനിത വീണ്ടും ചുമതലയേറ്റിരിക്കുന്നു. നീതി ലഭിച്ചു എന്നാണ് അനിത പ്രതികരിച്ചത്. നഴ്സ് PB അനിത വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചുമതലയേൽക്കുമ്പോൾ പുനഃപരിശോധന ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിലുണ്ട്. നാളെയാണ് ഈ പുനഃപരിശോധന ഹർജി പരിഗണിക്കാൻ പോകുന്നത്. 18 പേർ അനിതയേക്കാൾ ഈ തസ്തികയിലേക്ക് വരാൻ യോഗ്യരായവർ, അർഹരായവരുണ്ട് എന്നതാണ് സർക്കാരിന്റെ വാദം. അതിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.